കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് ചേരുകയാണ്. കെ, കഴിഞ്ഞ ദിവസത്തെ നിലമ്പൂരിലെ വിജയത്തോടുകൂടി ഈ പിണറായി മന്ത്രിസഭയുടെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭരണം എന്നുള്ളത് ആ ഒരു അധ്യായം തന്നെ അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അവകാശവാദമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നിലമ്പൂര് പോലെ രണ്ട് ഭാഗത്തേക്കും ചായാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നല്ല ഭൂരിപക്ഷത്തോടെ UDF നേടിയെടുത്തിരിക്കുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. അവരെല്ലാ സോഴ്സുകൾ ഉപയോഗിച്ചു. ആ സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് പോലും നല്ല തിളക്കമാർന്ന വിജയം UDFനുണ്ടായി എന്നുള്ളത് തന്നെ ഇനി പിണറായിക്ക് ഭരണ തുടർച്ചയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജനം വ്യക്തമായി ഭരണത്തിനെതിരാണ്. അതിൽ ഭരണവിരുദ്ധ വോട്ടുകളിൽ ഒരു പങ്ക് അൻവറും കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ അതിൽ നിന്ന് സന്ദേശം വളരെ വ്യക്തമാണ്. പിണറായി സർക്കാരിനെതിരെ ജനം വിധി എഴുതിയിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസത്തെ UDFന്റെ വിജയത്തിന് ശേഷം ഗോവിന്ദ മാസ്റ്റർ അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞതാണ് UDFന്റെ വിജയം എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ മാത്രം വോട്ട് നേടിക്കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു ഇതുണ്ടോ? അതിൻ്റെ നമ്മുടെ ചിത്രം പരിശോധിച്ചാൽ എല്ലാ ഏരിയയിലും UDFന് ഭൂരിപക്ഷം കിട്ടി. LDF ഭരിക്കുന്ന പോത്തുകൽ പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്ത്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഇവിടെ എല്ലാം UDF ആണ് മുന്നേറിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ വിഭാഗം ജനങ്ങളും, ഇപ്പോൾ ഹൈന്ദവ മേഖലയിലെ വോട്ട് പരിശോധിച്ചാൽ അവിടെയും ലീഡുണ്ട്, ക്രൈസ്തവ മേഖലയിൽ ലീഡുണ്ട്, അതുപോലെ മുസ്ലിം ബെൽറ്റിൽ ലീഡുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടാണ് UDFന് ഇത്രയും നല്ല വിജയം ഉണ്ടായത്. യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ ആ CPMൻ്റെ തകർച്ചയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ പോലെ അൻവർ ഒരു അടങ്ങിയ അധ്യായമാണോ ഇനി UDFനെ സംബന്ധിച്ച്? അൻവർ UDFന് കത്ത് കൊടുത്തിരുന്നു ഞങ്ങളെ മെമ്പറാക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൽ മെയ് 2 ഞങ്ങൾ തീരുമാനമെടുത്തു, അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഈ ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നു, ഇലക്ഷനിൽ മത്സരിച്ചു. വോട്ട് കുറേ കിട്ടിയാലും ഞാൻ നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം ഇത്രയും ശക്തമായി രണ്ട് മുന്നണികളുടെ ഇടയിൽ 10-20,000 വോട്ട് വാങ്ങുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്ന് ഇപ്പോൾ അപ്പോൾ പഴയ മെയ് 2 എടുത്ത തീരുമാനം ഇപ്പോൾ ദുർബലപ്പെട്ടു, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു. അത് അൻവറിൻ്റെ തന്നെ പ്രവൃത്തി കാരണം ആ തീരുമാനം ഇല്ലാതായി. ഈ 2024 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ UDF എങ്ങനെയായിരിക്കും, എന്തൊക്കെ ആശയങ്ങളായിരിക്കും മുന്നോട്ട് വെച്ച് പോകുന്നത്? ഈ ദുർഭരണം അവസാനിപ്പിക്കുക, പുതിയൊരു ഗവൺമെൻറ് പുതിയ ആശയങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. അത് 2026 ഇലക്ഷനെ മുന്നിൽ കണ്ട UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സുജിത് തോമസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB വിവരങ്ങളുമായുണ്ട്. ജിബിൻ, വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളമാകെ നടക്കുന്നത്, പ്രത്യേകിച്ച് മുന്നണികൾക്കുള്ളിൽ നടക്കുന്നത്. ഇപ്പോൾ കെ മുരളീധരന്റെ അഭിപ്രായം വ്യക്തമായി പ്രകടമായി വരികയാണ്. PV അൻവർ ഇത്രയും വോട്ടുകൾ നേടിയത് അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. മാത്രമല്ല, അസോസിയേറ്റ് മെമ്പറാക്കാമെന്നത് മുന്നണിയുടെ തീരുമാനം. ആ തീരുമാനം അൻവർ തന്നെ തള്ളിക്കളഞ്ഞു. അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കി സഹകരിപ്പിക്കാം എന്നതാണോ? രതീഷ്, ഇന്ന് കെ മുരളീധരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണുള്ളത്. കാരണം നിലമ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ LDFും UDFും ഒരുപോലെ തന്നെ ഏറ്റുമുട്ടിയതായിരുന്നു, തുല്യശക്തികളായി ഏറ്റുമുട്ടിയിരുന്നു. അവിടെ വിജയം UDFിനൊപ്പം ആയിരുന്നുവെങ്കിൽ പോലും LDFും അവരുടെ വോട്ടുകൾ, അവരുടെ പരമാവധി വോട്ടുകൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ പോലും PV അൻവർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ 20,000-ഓളം വോട്ട് നേടി. ആ കാര്യം എന്താ വെച്ചാലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാരണം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ UDFിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 25,000-ലും അധികമായിരുന്നതിന് UDFിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ പാർട്ടിയിലെ വലിയ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ച് ഒരു അടങ്ങിയ അധ്യായമല്ല എന്നാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ മെയ് 2 അൻവറിനെ UDFിൻ്റെ ഒരു ഘടകകക്ഷിയാണെന്നുള്ള ഒരു ആവശ്യം സംബന്ധിച്ച് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് മെയ് 2 യോഗം കൂടുകയും അൻവറിനെ ഒരു എക്സിക്യൂട്ടീവ് അംഗമായി അൻവറിൻ്റെ പാർട്ടി UDFിൽ ഉൾപ്പെടുത്താമെന്നുള്ളൊരു കാര്യം പോലും അന്ന് UDF തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം തട്ടിക്കളഞ്ഞത് അൻവർ തന്നെയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തനിക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ രംഗത്തെത്തുന്നു. അതിനുശേഷം UDFിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ പരസ്യമായി തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ UDFിനെതിരെ അൻവർ തന്നെ മത്സരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന തീരുമാനത്തിലേക്ക് വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് നമ്മുടെ അതിഥിയായി ഇരിക്കുമ്പോൾ അദ്ദേഹം അൻവറിനെ മുന്നണിയിൽ എടുക്കുമോ, എന്താണ് ഇനിയുള്ള സാധ്യത എന്ന് ചോദിക്കുമ്പോൾ നോ കമന്റ്സ് എന്നാണ് പറഞ്ഞത്. ആ നോ കമന്റ്സിന്റെ അർത്ഥം എന്താണ്?
കോൺഗ്രസിലോ യു ഡി എഫിലോ പ്രത്യേകിച്ച് ഇപ്പോൾ മുന്നണി എന്നൊരു പാർട്ടി പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ അൻവറെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഐക്യരൂപത്തിലേക്ക് എത്തുന്നുണ്ടോ? അതിൻ്റെ ഒരു പൊതുവികാരം എന്താണ്? അൻവറുമായി ഇനി ആശയവിനിമയത്തിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അൻവർ ആശയവിനിമയത്തിന് ശ്രമിക്കുന്നുണ്ടോ? ലീഗ് ഇക്കാര്യത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നൊക്കെ വളരെ പ്രധാനമല്ലേ? രതീഷ് അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസവും ഈ ഇലക്ഷനൊടുവിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ 20,000-ഓളം വോട്ട് നേടിയ സമയത്ത് അൻവർ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും യു ഡി എഫിനൊപ്പം സഹകരിച്ചു പോകാനുള്ള ഒരു താല്പര്യം അൻവർ പ്രകടിപ്പിച്ചിരുന്നു. അതായത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ വിഷയത്തിൽ നോ കമന്റ്സ്. അതായത് യു ഡി എഫിൻ്റെ അകത്ത് ഇപ്പോഴും ഈ അൻവറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭിന്ന അഭിപ്രായമാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് അൻവറിന്റെ കാര്യത്തിൽ ഇതൊരു അടങ്ങിയ അധികമാണെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ അതുപോലെയുള്ളവർ രമേശ് ചെന്നിത്തല, മുൻ അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, ഇന്ന് കെ മുരളീധരൻ, ഇവരെല്ലാവരും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ. കാരണം പിണറായി സത്തിനെതിരെയാണ് അൻവർ മത്സരിച്ചത്. അപ്പോൾ പിണറായി സത്തിനെതിരായ അൻവർ ഇത്രയധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അവിടെ ഈ നിലമ്പൂരിൽ നടന്നതെന്ന് പറയുന്നത് യു ഡി എഫ് LDF തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. രണ്ട് മുന്നണികളും അവരുടെ വോട്ടുകൾ പരമാവധി സംഭരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പോലും അൻവറിൻ്റെതായിട്ടുള്ള വോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് UDF പല നേതാക്കൾക്കിടയിലുമുണ്ട്. അതുകൊണ്ട് ഈ UDF സംബന്ധിച്ചുള്ള ഒരു ഭിന്ന അഭിപ്രായം ഉണ്ട് എങ്കിൽ പോലും അൻവറിനെ UDF പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അത് തുടർന്നും ചർച്ചയായി കൊണ്ട് പോകുക എന്നുള്ള ഒരു വിഷയമായി തന്നെയാണ് ഇപ്പോൾ പല UDF നേതാക്കളും കണക്കാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലീഗ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ അൻവറുമായി അവർക്ക് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അൻവറിനെ കൂടെ ചേർക്കുന്നതിൽ പോലും ഈ ലീഗിന് മറ്റ് എതിരഭിപ്രായങ്ങളൊന്നുമില്ല. ലീഗിൻ്റെ പല നേതാക്കളും അൻവറുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയതുമാണ്. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റ കാരണം അദ്ദേഹമാണ് ഈ അൻവറുമായിട്ട് സഹകരിക്കുന്നതിൽ നോ കമന്റ്സ് എന്നുള്ള ഒറ്റ അഭിപ്രായത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റ് UDF നേതാക്കളൊക്കെയും ഈ അൻവറിനെ ഇപ്പോഴും തിരികെ കൊണ്ടുവരാൻ, അൻവറിനെ പാർട്ടിയിലേക്ക് UDF കൊണ്ടുവരാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മറ്റുള്ള നേതാക്കളൊക്കെയും ഇപ്പോഴും സ്വീകരിക്കുന്നത്.